മുറുകുകയാണ്. ലോകത്തെ നടുക്കാൻ ശേഷിയുള്ള അടുത്ത വലിയ ഏറ്റുമുട്ടൽ എപ്പോൾ, എവിടെ, എങ്ങനെ പൊട്ടിപ്പുറപ്പെടും എന്ന ആശങ്ക ഇതിനകം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. പുറമെ നിശബ്ദതയുണ്ട് എന്ന് തോന്നിച്ചാലും ആ നിശബ്ദതയുടെ അടിയിൽ അതിവേഗ നീക്കങ്ങളാണ് നടക്കുന്നത്. ഒരു മനുഷ്യന് സ്വന്തമായി അഭിപ്രായങ്ങളും നിലപാടുകളും ഉണ്ടാവുക എന്നത് മികച്ച കാര്യമാണ്. പ്രത്യേകിച്ച് രാഷ്ട്ര തലവന്മാരാകുമ്പോൾ അത്യന്താപേക്ഷിതമാണ്. പക്ഷേ ആ തീരുമാനങ്ങൾ ലോകരാജ്യങ്ങൾക്ക് തന്നെ ഭീഷണിയാകുന്നുണ്ടെങ്കിൽ ഇന്ന് അത്തരം തീരുമാനങ്ങളുടെ പേരാണ് ഡൊണാൾഡ് ട്രംപ്. ഒരു ഭരണാധികാരി ഇങ്ങനെയായിരിക്കരുത് എന്നതിന്റെ ഉദാഹരണം. ട്രംപിന്റെ മണ്ടൻ തീരുമാനങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഗൾഫ് മേഖലയെയാണ്. ഇപ്പോഴും നമ്മൾ ആ ഭീഷണിയുടെ നിഴലിൽ തന്നെയാണ്. ഹോർമുസിൽ ട്രംപ് സ്വയം പ്രഖ്യാപിച്ച ഉപരോധം. ആ ഉപരോധത്തിൽ ഇറാൻ ഭീഷണി ഉയർത്തുന്നത് ഗൾഫും ചെങ്കടലും അടച്ചിടും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇസ്രയേലും ലെബനനും തമ്മിലുള്ള പ്രശ്നം അവസാനിപ്പിക്കാൻ താൻ മുന്നിട്ടിറങ്ങുകയാണെന്നും താൻ അവസാനിപ്പിക്കുന്ന 10ാമത്തെ യുദ്ധമാണിതെന്നും പ്രഖ്യാപിക്കുമ്പോഴും ഇറാന് നേരെ തല്ലും തലോടലുമായി ട്രംപ് കളം നിറഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഗൾഫ് മേഖലയ്ക്കേറ്റ പ്രതിസന്ധികളിൽ ഒന്നിലും ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല. ഇറാനും അമേരിക്കയും തമ്മിലുള്ള കുടിപ്പകയുടെ ഇരയാവുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ GCC രാജ്യങ്ങൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടയ്ക്കിടെയുള്ള മണ്ടൻ പ്രഖ്യാപനങ്ങൾ കാരണം നാറ്റോ രാജ്യങ്ങൾക്ക് പോലും പിന്തുണയുണ്ടാകില്ലെന്ന ഉറച്ച തീരുമാനമെടുക്കേണ്ടി വന്നു. അമേരിക്ക ഇറാൻ സംഘർഷത്തിൽ കണ്ട ഈ സംഭവ വികാസങ്ങൾ ഒരു വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത്. ആധുനിക ലോകത്തിൽ യുദ്ധം വെറും ആയുധങ്ങളാൽ മാത്രം ജയിക്കപ്പെടുന്നില്ല, മറിച്ച് ഉത്തരവാദിത്വമുള്ള നേതൃത്വവും സ്ഥിരതയുള്ള തീരുമാനങ്ങളുമാണ് നിർണായകം. ഭീഷണികളും ഭീതിയും അനിശ്ചിതത്വവും ശക്തിയുടെ ഭാഗങ്ങളായി മാറുമ്പോൾ അവയെ നിയന്ത്രിക്കാൻ കഴിയാത്ത നേതൃത്വം ലോകത്തെ കൂടുതൽ അപകടത്തിലാക്കും. ട്രംപിന്റെ സമീപനം ഒരു തന്ത്രം എന്നതിലുപരി നിയന്ത്രണമില്ലാത്ത രാഷ്ട്രീയ പരീക്ഷണമായി മാറിയിരിക്കാമെന്ന ആശങ്കയാണ് കൂടുതൽ ശക്തമാകുന്നത്. 40 ദിവസം നീണ്ടുനിന്ന രക്തരൂക്ഷിതമായ പോരാട്ടത്തിനൊടുവിൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് ഇറാന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ വെടിനിർത്തലിന് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. ആധുനിക യുദ്ധ ചരിത്രത്തിൽ അമേരിക്ക ഇത്രത്തോളം നിസ്സഹായരായ മറ്റൊരു പോരാട്ടം ഉണ്ടായിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഭീഷണികൾക്കും ഉപരോധങ്ങൾക്കും ഇറാനിയൻ ജനതയുടെ ആത്മവീര്യത്തെ തകർക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ഡൊണാൾഡ് ട്രംപിന് ചർച്ചകളെ കുറിച്ച് സംസാരിക്കേണ്ടി വന്നത്. ഇറാനിലെ 13,000 കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്നും ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്നും ട്രംപ് ആക്രോശിച്ചെങ്കിലും യുദ്ധക്കളത്തിൽ അമേരിക്ക നേരിട്ടത് സമാനതകളില്ലാത്ത നാശനഷ്ടങ്ങളാണ്. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ പൂർണ്ണാധിപത്യം തകർക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ ആഗോള സാമ്പത്തിക തകർച്ച ഭയന്നാണ് അമേരിക്ക ഇപ്പോൾ സമാധാനത്തിന്റെ വെള്ളക്കൊടി ഉയർത്തിയത്. ഇറാൻ കഴിഞ്ഞ വർഷം രഹസ്യമായി സ്വന്തമാക്കിയ ചൈനീസ് നിർമ്മിത ഉപഗ്രഹം അമേരിക്കൻ സൈനിക താവളങ്ങളെ നിരീക്ഷിക്കാനും തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ നീക്കങ്ങൾ വിലയിരുത്താനും ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു സാധാരണ സാങ്കേതിക ഇടപാട് മാത്രമല്ല. കാരണം ആധുനിക യുദ്ധങ്ങളിൽ ആദ്യം ജയിക്കുന്നത് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ കൈവശമുള്ളവരാണ്. ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുന്നവർക്കാണ് ആക്രമണത്തിലും പ്രതിരോധത്തിലും മേൽക്കൈ ലഭിക്കുക. ഇനി യുദ്ധഭൂമി വെറും കരയിലോ കടലിലോ ആകാശത്തിലോ ഒതുങ്ങുന്നില്ല. ഭൂമിയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇനി നിർണായക ആയുധങ്ങളിലൊന്ന്. എവിടെയാണ് യുദ്ധവിമാനങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്നത്? എവിടെയാണ് സൈനിക നീക്കങ്ങൾ ശക്തമായിരിക്കുന്നത്? ഏത് കേന്ദ്രത്തിലാണ് പ്രതിരോധ സംവിധാനം ദുർബലമായിരിക്കുന്നത്? ഇവയെല്ലാം നിശബ്ദമായി കണ്ടെത്താൻ കഴിയുന്ന കാലമാണിത്. വെടിയൊച്ച കേൾക്കുന്നതിന് മുൻപ് തന്നെ യുദ്ധത്തിന്റെ ദിശ നിർണ്ണയിക്കാൻ ഇത്തരം സാങ്കേതിക വിദ്യകൾക്ക് കഴിയും. ഇപ്പോൾ ലോകം ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: ഇത് വെറും നിരീക്ഷണ ദൗത്യമോ അതോ അടുത്ത വലിയ പ്രഹരത്തിന്റെ പ്രാരംഭഘട്ടമോ? കാരണം ചരിത്രം തെളിയിച്ചതുപോലെ യുദ്ധങ്ങൾ പലപ്പോഴും തുടങ്ങുന്നത് നിശബ്ദതയിലാണ്. ആ നിശബ്ദതയുടെ മുകളിൽ ഇപ്പോഴൊരു ഉപഗ്രഹം ചുറ്റിക്കറങ്ങുകയാണ്. TEE-01B എന്നറിയപ്പെടുന്ന ഈ ഉപഗ്രഹം ചൈനീസ് സ്വകാര്യ സ്ഥാപനമായ എർത്ത് ഐ വികസിപ്പിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നീടത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ എയ്റോസ്പേസ് വിഭാഗത്തിന് കൈമാറപ്പെട്ടു. സാധാരണ ആയുധ ഇടപാടുകളേക്കാൾ സങ്കീർണമായ രീതിയിലാണ് ഈ കൈമാറ്റം നടന്നതെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇൻ ഓർബിറ്റ് ഡെലിവറി എന്ന മോഡൽ പ്രകാരം ഉപഗ്രഹം ആദ്യം വിക്ഷേപിച്ച് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിയതിനു ശേഷമാണ് വിദേശത്തു നിന്നും വാങ്ങുന്നവർക്കായി കൈമാറുന്നത്. അതായത്
ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ വാണിജ്യ വിക്ഷേപണമായി തോന്നുന്ന ദൗത്യം പിന്നീട് സൈനിക തന്ത്രപ്രധാന ഉപകരണമായി മാറാൻ കഴിയും. റിപ്പോർട്ടുകൾ പ്രകാരം സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ്, ജോർദാനിയിലെ മുവാഫാഖ് സാൽട്ടി എയർബേസ്, ബഹ്റൈനിലെ അമേരിക്കൻ ഫിഫ്ത് ഫ്ലീറ്റ് ആസ്ഥാനം, ഇറാഖിലെ എർബിൽ വിമാനത്താവളം തുടങ്ങി നിരവധി കേന്ദ്രങ്ങൾ ഈ ഉപഗ്രഹത്തിന്റെ നിരീക്ഷണ പരിധിയിൽ ഉൾപ്പെട്ടിരുന്നു. ഇതോടൊപ്പം കുവൈറ്റ്, ഒമാൻ, ജിബൂട്ടി, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിലെ അമേരിക്കയുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളും നിരീക്ഷിക്കപ്പെട്ടതായി പറയപ്പെടുന്നു. ഇതൊരു രാജ്യത്തെ മാത്രം ലക്ഷ്യമിട്ട നീക്കമല്ല, മുഴുവൻ മേഖലയുടെ സുരക്ഷാ സമവാക്യം മനസ്സിലാക്കാനുള്ള വിശാല രഹസ്യാന്വേഷണ ശൃംഖലയാണെന്ന് വ്യക്തമാക്കുന്നു. അമേരിക്കയ്ക്കുള്ള വലിയ പാഠം ഇതാണ്: ആകാശ മേധാവിത്വം കൊണ്ട് മാത്രം യുദ്ധം ജയിക്കാമെന്ന കാലം അവസാനിക്കുന്നു. കുറഞ്ഞ ചിലവിൽ ഉയർന്ന നഷ്ടം വരുത്തുന്ന തന്ത്രങ്ങൾ, വ്യാപകമായ ഡ്രോൺ യുദ്ധം, വികേന്ദ്രീകൃത പ്രതിരോധ സംവിധാനം എന്നിവ വലിയ സൈനിക ശക്തികൾക്കും കഠിന വെല്ലുവിളിയാകുന്നു.